പാലായിലൊക്കെ കൂടെയുള്ള ഈ പോക്കറ്റ് റോഡുകളിലൂടെ പോലെ പോകുമ്പോൾ പോലും വളരെ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള വളരെ ഗംഭീരമായ വീതിയുള്ള റോഡുകളാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില മെയിൻ റോഡുകളുമായി കണക്ട് ചെയ്യുന്ന ചില റോഡുകൾ നല്ല റോഡുകളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിലൂടെ പല ഇന്റേണൽ റോഡുകളുടെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 47ഓളം റോഡുകൾ കോട്ടയത്ത് പുതുതായിട്ട് ഗ്രാമീൺ സഡക് യോജനയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു സംശയം പറയട്ടെ, നമ്മൾ അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്നത് മാണി സാറിന്റെ മണ്ഡലമാണ് അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഏരിയ ആണ് അതുകൊണ്ട് റോഡുകളൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എന്നല്ലേ. ആരെങ്കിലും ഗ്രാമീൺ സഡക് യോജനയിലൂടെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അത് ആ റോഡുകളുടെ അത്തരത്തിലുള്ള റോഡുകളുടെ എല്ലാം ഫ്രണ്ടിലും അത് തീരുന്നിടത്തും ഗ്രാമീൺ സഡക് യോജന എന്നുള്ള ബോർഡ് കാണും. 2, ഒരു മെയിൻ റോഡ് 50 കൊല്ലത്തെ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഒരു മെയിൻ റോഡ് മാത്രം ടാർ ചെയ്യുന്നതല്ലല്ലോ. അതല്ല, അതിനും അപ്പുറത്തേക്ക് ഒരുപാട് വികസനങ്ങളുണ്ട്. ഇവിടെ എല്ലാം സർക്കാരിന്റെ ഭൂമികളുണ്ട്. അവിടെ എന്തെങ്കിലും സംരംഭങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഒരു മന്ത്രിസഭയിൽ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. ഇപ്പോൾ പല പ്രദേശങ്ങളിലും മിനി സിവിൽ സ്റ്റേഷനുകൾ പണിത് വെച്ചിട്ടുണ്ട്. ആ മിനി സിവിൽ സ്റ്റേഷനുകൾ മുഴുവൻ ഫുൾ ഫ്ലെഡ്ജിലാണോ? നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ? ആ മിനി സിവിൽ സ്റ്റേഷൻ പണിത് വെക്കുമ്പോഴും ഇപ്പോഴും പല സർക്കാർ സ്ഥാപനങ്ങളും വാടക കെട്ടിടത്തിൽ മാറി പ്രവർത്തിക്കുന്നുണ്ട്.